കേരളത്തിലെ NPS ഉൾപ്പെട്ട ജീവനക്കാർ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുമ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ കേരളം പങ്കാളിത്ത പെൻഷൻ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതുവരെ അടച്ച പൈസ നഷ്ടപ്പെടും എന്ന ചില പ്രചരണങ്ങളാണ്, വ്യാജ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സത്യാവസ്ഥ നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു കാര്യം മാത്രമാണ് നമുക്ക് ആദ്യമേ പറയാനുള്ളത്. ഏതെങ്കിലും കാരണവശാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുകയാണെങ്കിൽ ഈ അടച്ച 1 രൂപ പോലും നഷ്ടപ്പെടുകയില്ല. ഈ അടച്ച തുകയെല്ലാം ജീവനക്കാരന് തിരികെ കിട്ടും. എന്നാൽ സർക്കാരിന് കിട്ടുന്നതിന് ചില പരിമിതികൾ ഉണ്ട്. അതിന്റെ ഒരു കാരണം, സംസ്ഥാന സർവീസിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് സർവീസിൽ ജോയിൻ ചെയ്യുന്ന ജീവനക്കാരൻ NPS അംഗത്വം എടുക്കേണ്ടതുണ്ട്. ആ NPS അംഗത്വം എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ ഓപ്പൺ ചെയ്യും, ഒരു അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്യും. അതിന് പ്രാൺ അക്കൗണ്ട് എന്ന് പറയും. സർവീസിൽ ഇരിക്കുന്ന കാലത്ത് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന തുകയും സർക്കാർ വിഹിതവും എല്ലാം ചേർത്ത് ഷെയർ വാങ്ങി NAV ആയിട്ട് വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പ്രാൺ അക്കൗണ്ടിലാണ്. ഈ തുക ഏതെങ്കിലും കാരണവശാൽ എടുത്ത് സർക്കാരിന് അല്ലെ കേന്ദ്ര സർക്കാരിന് ഈ തുക എടുത്ത് സംസ്ഥാന സർക്കാരിന് മാത്രമായിട്ട് നൽകാനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് നൽകാനോ നിലവിലുള്ള സംവിധാനം, നിയമം അനുവദിക്കുന്നില്ല. മറിച്ച് ഈ അടച്ച മുഴുവൻ തുകയും, ജീവനക്കാരന്റെ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും ജീവനക്കാരന് തന്നെ ലഭിക്കും. അതിന് കേരളത്തിലാണെങ്കിൽ 2-3 കാര്യങ്ങളാണ്, ഏത് അടുത്താണെങ്കിലും 2-3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ജീവനക്കാരൻ വിരമിക്കുന്ന സമയത്താണ് ഈ പൈസ ലഭിക്കുക. അത് സാധാരണഗതിയിൽ 60 വയസ്സിലാണ്. 60 വയസ്സിൽ വിരമിക്കുമ്പോൾ ജീവനക്കാരന് ഈ മുഴുവൻ തുകയും ജീവനക്കാരന് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കിട്ടുകയും മറ്റേ 60% തുക നമുക്ക് പൈസ പിൻവലിക്കുകയും 40% തുക ഏതെങ്കിലും പെൻഷൻ ഫണ്ടിലിട്ട് ആനുറ്റി വാങ്ങുകയും ചെയ്യാം. ഇനി ജീവനക്കാരൻ റിസൈൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തുകയുടെ 80% നമ്മൾ ആനുറ്റി മാറ്റിവെക്കുകയും 20% കയ്യിൽ കിട്ടുകയും ചെയ്യും. ജീവനക്കാരൻ മരണപ്പെടുന്നതാണെങ്കിൽ ആശ്രിതർക്ക് നിലനിർത്താനാണ് കിട്ടുന്നത്. അപ്പൊ ഈ അടയ്ക്കുന്ന തുക 1 രൂപ പോലും നഷ്ടപ്പെടാതെ ജീവനക്കാരന് തിരികെ ലഭിക്കും. രാജസ്ഥാനിൽ സംഭവിച്ചത് എന്താണ്? അവിടെ പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിച്ചപ്പോൾ ഇതുവരെ അടച്ച തുക, മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരിന് ട്രഷറിയിലേക്ക് നൽകണം എന്നാണ് അവിടുത്തെ സർക്കാർ ആവശ്യപ്പെട്ടത്. അതിന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടുണ്ട്. നിലവിൽ അങ്ങനെ നൽകാനുള്ള വകുപ്പ് ഇല്ല എന്നതാണ്. എന്ന് വെച്ച് ഈ പൈസ നഷ്ടപ്പെടുമെന്നാണോ? അല്ല. ഈ തുക മുഴുവൻ NPS ജീവനക്കാരന്റെ അക്കൗണ്ടിൽ നിൽക്കുന്നുണ്ട്. അത് ആർക്ക് ലഭിക്കും? NPS ജീവനക്കാരന് ലഭിക്കും. എപ്പോൾ? അവൻ 60 വയസ്സിൽ വിരമിക്കുമ്പോഴോ അല്ലെങ്കിൽ മരണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ രാജിവെച്ച് സർവീസിന് പുറത്തു പോകുമ്പോഴോ ആണ് ലഭിക്കുക എന്ന ഒരു ന്യൂനത മാത്രമാണ് ഉള്ളത്. ഇനിയിപ്പോ കേരളത്തിലെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ 10% തുക പിരിക്കുന്നത് അവിടെ അവസാനിക്കും. നമ്മളൊക്കെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലോട്ട് മാറുകയും ചെയ്യും. ഇതുവരെ അടച്ച പൈസ ഷെയർ മാർക്കറ്റിൽ ഇപ്പോൾ എന്തവസ്ഥയിൽ കിടക്കുന്നു അത് ആ അവസ്ഥയിൽ തന്നെ കിടക്കുകയും ചെയ്യും. നമ്മൾ വിരമിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തരാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന് ഉണ്ടാകും. ആ സമയത്ത് സർക്കാർ എടുക്കുന്ന നിലപാടാണ് ഈ ഇതുവരെ അടച്ച തുക മുഴുവൻ NPS ജീവനക്കാരന്റെ അക്കൗണ്ടിലോട്ട് എത്തും. ആ എത്തുന്ന സമയത്ത് സർക്കാരിന്റെ വിഹിതം തിരിച്ച് നമ്മൾ ട്രഷറിലോട്ട് ട്രഷറി വഴി സർക്കാരിന് തിരികെ നൽകുമ്പോൾ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നൽകി തുടങ്ങും. രാജസ്ഥാനിൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അവിടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിച്ചു. അതായത് ശമ്പളത്തിൽ നിന്ന് 10% പിടിക്കുന്നത് അവസാനിപ്പിച്ചു. അതുവരെ വിരമിച്ച ജീവനക്കാർക്ക് പഴയ പെൻഷനിലേക്ക് പോകാനുള്ള അവസരം നൽകി. അതൊരു കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തിട്ട് ഇനി പഴയ പെൻഷൻ വേണ്ട ആൾക്കാരൊക്കെ നിങ്ങൾ മേടിച്ച തുകയിൽ, പിരിഞ്ഞ സമയത്ത് മേടിച്ച തുകയിൽ സർക്കാർ വിഹിതം തിരിച്ച് സർക്കാരിന് അടയ്ക്കുക. ആ അടയ്ക്കുന്ന മുറയ്ക്ക് അവർക്കൊക്കെ പഴയ പെൻഷൻ കൊടുത്തു തുടങ്ങി. നിലവിൽ ഉള്ള ജീവനക്കാർ ഇന്ന് നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് വിരമിക്കുന്നുണ്ട്. അവർക്കും സംഭവിക്കുന്നതാണ്
അവർ ഒരിക്കൽ എൻബേസിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അതുവരെ ആ എൻബേസിൽ പൈസ അടച്ച ലാസ്റ്റ് തീയതി വരെയുള്ള അടച്ച തുക സർക്കാരിന്റെയും ജീവനക്കാരന്റെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അവർ വിരമിക്കുന്ന സമയത്ത് സർക്കാരിന്റെ വിഹിതം തിരിച്ച് ട്രഷറിലോട്ട് എപ്പോൾ അടയ്ക്കുന്നു അന്ന് മുതൽ ഈ പഴയ പെൻഷൻ കൊടുത്തു തുടങ്ങുന്നതാണ്. എന്നാൽ പുതിയതായിട്ട് ഈ പങ്കാളിത്ത പെൻഷൻ രാജസ്ഥാനിൽ നിർത്തലാക്കിയതിനു ശേഷം പുതിയതായിട്ട് സർവീസിൽ ജോയിൻ ചെയ്യുന്ന ജീവനക്കാരന് ഈ ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ 10% ശമ്പളം കട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം വിരമിക്കുമ്പോൾ അവിടെ പഴയ പെൻഷൻ കൊടുത്തു തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച സംസ്ഥാനങ്ങളിലൊക്കെ പഴയ പെൻഷൻ കൊടുത്തു തുടങ്ങി ധാരാളം ജീവനക്കാർക്ക് കിട്ടുന്നുണ്ട്. ഈ അടച്ച പൈസ 1 രൂപ പോലും നഷ്ടപ്പെടാതെ തിരികെ അടച്ച തുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടച്ച തുക ഷെയർ മാർക്കറ്റിലാണ് കിടക്കുന്നത്. ആ ഷെയർ മാർക്കറ്റിലെ ഉയർച്ച താഴ്ച അനുസരിച്ച് ജീവനക്കാരൻ വിരമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെട്ട് ആശ്രിതർക്ക് പൈസ ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് നമ്മൾ സർവീസിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആ സമയത്ത് അന്നത്തെ വാല്യൂ അനുസരിച്ച് ആ തുക 1 രൂപ പോലും കുറയാതെ അന്നത്തെ അതേ സെയിം വാല്യൂ തുക നമ്മുടെ ജീവനക്കാരന് ലഭിക്കും. അതുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാത്തത് അടച്ച തുക നഷ്ടപ്പെടും എന്നാണെന്നുള്ള ആ വ്യാജ പ്രചരണം നിങ്ങൾ അവസാനിപ്പിക്കുക.